നമസ്കാരം. ഇന്ന് നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. അതിനൊരു ചെറിയ ഒരു 4 മാങ്ങയും വലിയൊരു 4 മാങ്ങയും ഞാൻ തോല് പൊളിച്ച് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. നാടൻ മാങ്ങയാണ് എപ്പോഴും നല്ലത് കേട്ടോ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് വേവണം. മാങ്ങ നന്നായിട്ട് വെന്ത് അതിൻ്റെ ജ്യൂസൊക്കെ നന്നായിട്ട് ഇറങ്ങി സ്മൂത്തായിട്ട് വരണം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് 2 സാധനങ്ങൾ ഇടാനുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 2-3 പച്ചമുളക്, ഒരു കഷ്ണം ബെല്ലവും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ മാമ്പഴ പുളിശ്ശേരീൻ്റെ. മാങ്ങയൊക്കെ നല്ല വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു 2 മിനിറ്റ് മതി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് വെന്ത് അതിനോടുകൂടി ചേർന്ന് കിട്ടുമേ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു വലിയൊരു കയ്യിൽ അല്ലെങ്കിൽ ഒരു പിടി തേങ്ങ, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂട്ടി നന്നായിട്ട് അരച്ച് ചേർത്ത് കൊടുക്കാം. ജീരകം തേങ്ങ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിനകത്ത് ചേർത്തേക്കുന്നത്. ഇനി ആ തേങ്ങ നന്നായിട്ട് ഒന്ന് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണേ. തേങ്ങ നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ സമയം കൊടുക്കണം. അതിനകത്തേക്ക് നമ്മൾ 1/2 ഗ്ലാസ് നല്ല കട്ട തൈര് ഒന്ന് കട്ട ഉടച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. തൈര് ഒഴിച്ചതിന് ശേഷം നമ്മൾ തീ ഓഫാക്കണേ. അല്ലെങ്കിൽ തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ തിളയ്ക്കാൻ പാടില്ല. അങ്ങനെ ആ ചെറിയ ഇതിൽ കിടന്നൊന്ന് ചൂടാകണയിടം വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിൽ നല്ലൊരു താളിപ്പ് ഒഴിച്ചു കൊടുക്കാവേ. ഒരു താളിപ്പിന് ഒരു ടീസ്പൂണ് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിനകത്തേക്ക് ഒരു 4 വറ്റൽമുളക് ഇട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടൊന്ന് താളിച്ചിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഈസി ആയിട്ട് നമുക്കൊരു പുളിശ്ശേരി ഉണ്ടാക്കാം. ഈ മാങ്ങയുള്ള സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമായിരിക്കും. പിള്ളേർക്കൊക്കെ തിന്നാൻ ചെറിയ മധുരമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റായിരിക്കും. കാണാൻ തന്നെ നല്ല മനോഹരമായിരിക്കുന്നു മാമ്പഴ പുളിശ്ശേരി. അതേപോലെ നല്ല മണവും വരുന്നുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.